സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. പുതിയൊരു പാതയിൽ വിരലുകൾ കോർത്തു നിൻ അരികെ നടന്നിടാൻ കാലമായി. മഴയുടെ തന്നിൽ പകൽ മീട്ടിയ വേളയിൽ കുളിരല തേടുവാൻ മോഹമായി. അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നുവോ, മിഴിനാളം മിന്നുന്നുവോ? ഇതെന്തോ സാധനം? ഇതെന്തൊരു സാമാനം? കുമ്മളാ? ഈ ഫോണിൽ ഇങ്ങനെ കട്ട് ചെയ്യാനല്ലേ പറയുന്നേ? ഇങ്ങനെ തന്നെ. അയ്യോ, നീ അതവിടെ വെച്ചേ. ഇത്രയ്ക്ക് ആത്മാർത്ഥതയൊന്നും വേണ്ട കേട്ടോ. ഇതിന്റെ പേരെങ്കിലും നിനക്കറിയോ? ഇല്ലല്ലോ, നിന്റെ മോന്താണ്ട അറിയാം. ഫോണിൽ എന്തോ നോക്കുന്നത്? എങ്ങനെ വെട്ടാനെന്നാ? നീ പോയേ. നീ തൽക്കാലം എന്നെ സഹായിക്കണ്ട. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇതൊന്നും ചെയ്യണ്ടെന്ന്. ഞാൻ ഉണ്ടാക്കി തരും, നീ അങ്ങ് കൊണ്ട് കൊടുത്താൽ മതി കേട്ടാ. ഡേയ്, എവനെ വിളിച്ച് മാറ്റി പോടാ. അല്ല ഷെഫ് മാത്രം ഇങ്ങനെയാണെന്ന് കഷ്ടപ്പെടുന്നുണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ദൈവന്മാരും അനങ്ങുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്തേ. വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിലും ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ. ഞാൻ പോവാം. ഐ എം സോ ഹാപ്പി. ഞാൻ പൊക്കോളാം. അയ്യോ എൻ്റെ പൊന്നു മോനെ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അതിനി എനിക്ക് ഇരട്ടിപ്പണിയായിട്ട് ചെയ്യാൻ വയ്യാഞ്ഞിട്ടാ. അതുകൊണ്ടാണ് യവന്മാരെ പോലും ഈ അയൽവക്കത്തോട്ടടിപ്പിക്കാത്തത്. അവരെ പോലെ നീയും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്ന് ഫോണിൽ കുത്തുവോ ഉറങ്ങോ എന്തെങ്കിലും ചെയ്തോ. റൂമിൽ പോയി കിടന്നുറങ്ങിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കംപ്ലൈൻറ്റും കൊടുക്കത്തില്ല. ഫുഡ് കൊടുക്കാൻ നേരമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. നീ ഇതെടുത്തോണ്ടൊന്ന് കൊടുത്താൽ മതി കേട്ടാ. അല്ലെങ്കിൽ ഇവന്മാരെ കൊണ്ട് ഞാൻ കുടിപ്പിച്ചോളാം. വളരെ ഉപകാരം എന്തെന്ന് വെച്ചാൽ ഇതിലൊന്നിലും ഇടപെടാതിരിക്കുന്നത് മാത്രമാണ്. എന്നാ പൊന്നുമോൻ പോയാലും. ഇതാ ഞാൻ പറഞ്ഞേ. അല്ലെങ്കിൽ ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യുന്നത് ആർക്കും പിടിക്കത്തില്ല. ഞാൻ പോവാം, എനിക്കെന്ത് കുഴപ്പം. പേര് പോലും അറിയാത്ത സാധനം അരിയാൻ പോയത് ഇതുപോലെ തന്നെ പറഞ്ഞു വിടാനാണല്ലോ. ഉറങ്ങാനാണെങ്കിൽ അത് നിറൂന് കൊടുത്താൽ മതിയായിരുന്നു, പാവൻ. സത്യം പറഞ്ഞ ഈ കുക്കിങ് ആ മണ്ടനെടുത്തൂടെയായിരുന്നോ? 24 മണിക്കൂർ ലാവിഷായിട്ട് ഉറങ്ങായിരുന്നു. അതെങ്ങനെ? തലയിൽ ആൾതാമസം എന്ന് പറയുന്ന സാധനം തീരെ അവനില്ലല്ലോ. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. കുടുംബത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവനും ബുദ്ധി കാണത്തുള്ളൂ. ആകെപ്പാടെ ഉള്ളൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന അറിവ. അവൻ ആ പിള്ളേരെയും കൊണ്ട് കോളേജിൽ പോയി. പിന്നെ ഉള്ളത് നെറുവിനെ മറ്റവനാണെങ്കിൽ മുറിക്കാത്തിട്ട് കൂട്ടിയിരിക്കുക. നെറു എന്താ പ്രായമായിരിക്കുകയാണോ ഇങ്ങനെ മുറിക്കാത്തിട്ട് കൂട്ടാനായിട്ട്? പിന്നെ ഇനി ഇവിടെ ആരോ ഹർഷ ഓഫീസിലോട്ട് പോയില്ലായിരുന്നോ? പോയടോ. ശാശു 2-3 സ്ഥലത്ത് സൈറ്റ് കാണാനായിട്ട് പോയേക്കുക. അന്നേരം പിന്നെ ഞാൻ മാത്രമേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫയല് എൻ്റെ റൂമിലായിപ്പോയി. അതെടുക്കാൻ വന്നതാണ്. വേറെ ആരെയും വിശ്വസിച്ച് പറഞ്ഞു വിടാൻ പറ്റാത്ത കാലമല്ലേ, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. അല്ല, എന്തായിരുന്നു ഒരു പിറുപിറുക്കം? എന്താടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ? എന്ത് ബുദ്ധിമുട്ട്? ഇതിപ്പോൾ എനിക്ക് ലാഭമല്ലേ. എടോ, തന്നോട് ഞാൻ ഇന്നലെ നല്ല ഓപ്പണായിട്ട് സംസാരിച്ചേ. അതുകൊണ്ട് തന്നെ തന്നോട് നല്ലൊരു ബോണ്ടും തോന്നിയതാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആക്ച്വലി എനിക്ക് സത്യത്തിൽ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞുകൂടാന്നല്ലേ?
അതന്ന് താൻ നിന്ന് പരിങ്ങുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എടോ, തനിക്കിതൊന്നും അറിയത്തില്ല എന്ന് താൻ വന്നതിൻ്റെ അന്ന് എനിക്ക് മനസ്സിലായതാ. പിന്നെ താനായിട്ട് ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിന്നോട്ടേന്ന് വിചാരിച്ചു. ചിലപ്പോൾ കുക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഉപകാരപ്പെട്ടാലോ. ഇത് നല്ല തമാശയാടോ. ഭാവിയിൽ എനിക്കെന്ത് ഉപകാരപ്പെടാനാ? താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ അപ്പൻ നല്ല കുക്കാ. ഞങ്ങൾക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അപ്പം തന്നെയാണ്. ഞങ്ങൾ മനഃപൂർവ്വം പഠിക്കാത്തതാ. പഠിച്ചു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കത്തില്ല. അപ്പോൾ പിന്നെ അപ്പൻ്റെ ടേസ്റ്റി ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പനുള്ളപ്പോൾ ഞാൻ ഒരിക്കലും പട്ടിണിയാവത്തില്ല. അതുകൊണ്ട് ഈ കുക്കിംഗ് എന്ന് പറയുന്ന മേഖല എനിക്ക് പഠിക്കാൻ ആവശ്യം വരുന്നില്ല. മേ ബി. അതെ ബ്രൂണോ, ഒരു കാര്യം പറയട്ടെ. അപ്പൻ തൻ്റെ പേഴ്സണൽ ലൈഫിൽ അതിൻ്റെ ഇടയിലൊക്കെ കാണോ? ഇല്ലല്ലോ. മേ ബി ചിലപ്പോൾ നാളെ തൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്ന ആൾ കുക്കൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു ബോസി ക്യാരക്ടറാണെങ്കിൽ താനെന്ത് ചെയ്യും? അതുകൊണ്ട് താൻ ഈ കുക്കൊക്കെ പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ, തനിക്കും തൻ്റെ ലൈഫ് പാർട്ട്ണർക്കും. എന്തായാലും പഠിച്ചു വെച്ചോ, ഉപകാരപ്പെടുമല്ലോ. നടക്കുന്ന കാര്യമെല്ലാം പറയാൻ എൻ്റെ പൊന്നു ഹർഷ. ലൈഫ് പാർട്ട്ണർ എൻ്റെ അനിയന്മാർ കിട്ടിയാലും ഞാൻ കെട്ടത്തില്ലെന്ന് തോന്നുന്നു. വയസ്സ് കുറേ ആയി. അതൊന്നും നടക്കത്തില്ല പണി. പിന്നെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ തന്നെ എന്നെ കാര്യം കെട്ടാനാ. താൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അത് തൻ്റേതായ മണ്ടത്തരം പിടിച്ച കോൺസെപ്റ്റ്. പക്ഷേ തന്നെ ആരെങ്കിലും ഇനി കെട്ടിയാലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിലോ എന്ത് ചെയ്യും? തിങ്ക് അബൌട്ട് ഇറ്റ്. പോട്ടെ. പോയിട്ടോ. തിങ്ക് അബൌട്ട് ഇറ്റ് എന്തിനു? ആര് വരെ? ഇത്രയും കാലമായിട്ട് വന്നില്ല, പിന്നെയാണ് ഇനി. ഇവനെന്തോ മനസ്സിരിച്ച് പറഞ്ഞ പോലെ ഇല്ലേ? എൻ്റെ ദൈവമേ, ഇനി ഇവിടെ ഞങ്ങൾ കള്ളക്കാര്യം പറഞ്ഞ് കയറിയതാണെന്നാണ് അവന് മനസ്സിലായി കാണും. അതൊന്നുമല്ല, ഇവൻ വേറെന്തോ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. എന്നാലും എന്തിനെ കുറിച്ച് തിങ്ക് അബൌട്ട് ചെയ്യുന്ന? എൻ്റെ ആവശ്യമുള്ളതിനെ കുറിച്ച് തിങ്കാൻ നേരമില്ല. അപ്പോഴവൻ്റെ വേറെ തിങ്ക് അബൌട്ട് ഇറ്റ്. അതെ, ഞാൻ ഡ്രസ്സ് ഇളക്കി. പിന്നെ അവിടെ മടക്കാനുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ട് മടക്കി വെച്ചു. പിന്നെ റൂമൊക്കെ അടിച്ചു വാരി എല്ലാം നീറ്റാക്കി. ബെഡും ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ട്. ആ ബെഡ്ഷീറ്റും അലക്കിയിട്ടു. പിന്നെ രുദ്രയുടെ 4 ഷൂ അവിടെ ഇരുന്ന് പോളിഷ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതും ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇത്ര പെട്ടെന്നെല്ലാം കഴിഞ്ഞോ? നീ രാവിലെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് ഇവിടെ വന്നു, ഡസ്റ്റ്ബിൻ അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ ചെയ്തിട്ട് ഇത്ര പെട്ടെന്ന് വന്നു. ഗുഡ്. അപ്പോ പൊന്നുമോ പെട്ടെന്ന് പോയി റെഡിയാവും. നമുക്ക് പുറത്തു പോകാം പെട്ടെന്ന്. അത് രുദ്ര, ഞാൻ എന്തിനാ രുദ്രയുടെ കൂടെ പുറത്ത് വരുന്നേ? ഞാനിവിടെ ഇരുന്നോളാം. എനിക്ക് ഒട്ടും വയ്യ. ഞാൻ എത്തിക്കിടന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്. ഈ ടൈമൊക്കെ ഞാൻ ഉറങ്ങുകയും ചെയ്യുന്നത്. ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ട് ആകെ മൊത്തം ടയേർഡാ. ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലേ രുദ്ര എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയത്. എന്നിട്ട് രുദ്ര പറയുന്ന എല്ലാം ഞാൻ ചെയ്യുന്നില്ലേ? എൻ്റെ ഈ ഒരു റിക്വസ്റ്റെങ്കിലും കണക്കിലെടുത്തോട്ടെ പ്ലീസ്. എടുത്തുകൂടെ? ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഉറക്കം വന്നിട്ട് ഞാൻ പറയുന്നത് എന്താന്ന് പോലും എനിക്ക് എന്നെ തിരിയുന്നില്ല. അത് പറ്റില്ല. ഇപ്പോൾ ടൈം 11 o'clock ആയതല്ലേ ഉള്ളൂ. ഇത്രയും നേരം കൊണ്ട് നീ പറഞ്ഞ ജോലിയൊക്കെ ചെയ്തു. ഇന്നലെ നിനക്ക് കഴുകാനായിട്ട് ഒരുപാട് ഡ്രസ്സ് ഞാൻ തന്നു. ഇന്ന് ആകെപ്പാടെ ഞാൻ ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മടക്കി വെച്ചത് ഇന്നലെ കഴുകിയിട്ട ഡ്രസ്സുകളാണ്. അല്ലാണ്ട് വേറെ ആരെപ്പണിയും ഞാൻ തന്നില്ലല്ലോ. പിന്നെ ആ ഷൂവിൻ്റെ കാര്യം, അതിനെ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചതൊക്കെ നീ തന്നെയല്ലേ ചെയ്തേ? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. ബെഡ്ഷീറ്റ് കഴുകാനും ഞാൻ പറഞ്ഞില്ല. അത് നിനക്ക് മെഷീൻ ഇട്ടൂടായിരുന്നു. അതെ, എൻ്റെ ബോഡി ഗാർഡായിട്ടാണ് നിന്നെ ഞാനിവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കുന്നത്. സോ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ നീ വരണം. അതിന് ഉപയോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അങ്ങനെ നടന്ന് ഉറങ്ങാമെന്നൊന്നും വിചാരിക്കണ്ട. ഉറങ്ങാനാ രാത്രി എന്ന് പറഞ്ഞ സമയം തന്നേക്കുന്നത്. അന്നേരം ഉറങ്ങിയില്ലെങ്കിൽ നീ ഉറങ്ങണ്ട. ദേ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്ക്. പോയി കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് വരാൻ നോക്കും. നമുക്കൊരു 11:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ചെല്ല്. പറ്റത്തില്ല, ഞാൻ വരുന്നില്ല. രുദ്ര പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. പുറത്ത് വരാൻ എനിക്ക് വയ്യ. എനിക്ക് അത്രയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ്. ഞാൻ ഭയങ്കര ടയേർഡാ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല. രുദ്ര എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തോ. പോയി കേസ് കൊടുത്തോ. എനിക്കൊരു കുഴപ്പമില്ല. ഇതിനേക്കാൾ ഭേദം ജയിലിൽ തന്നെയാണ്.
അവിടെ നിക്കണം. രുദ്ര, ഞാൻ പറയും, നീ കേക്കും. നിനക്ക് കേസ് കൊടുക്കുന്നതിനെ കുറിച്ച് പേടിയില്ലല്ലേ? ഉള്ള എല്ലാം നിന്റെ പേരിൽ മാത്രം ഞാൻ വയ്ക്കും. ഐ മീൻ ഉള്ള എല്ലാ കേസും. ഞാൻ എന്ത് ചെയ്തിട്ടാ? എനിക്ക് വയ്യാത്തോണ്ടല്ലേ. ഇനി നിനക്ക് വയ്യെങ്കിലും അല്ലെങ്കിലും ഞാൻ വിളിച്ചാ വരണം. പറ്റത്തില്ല, കേസ് കൊടുക്കത്തില്ല എന്ന് എനിക്കറിയാം. വെറുതെ പറയുന്നല്ലേ ഇതൊക്കെ, അതും എനിക്കറിയാം. ഓ, അപ്പം നിനക്ക് എല്ലാം അറിയാം അല്ലേ? നീയും നിന്റെ അനിയനും ഉണ്ടല്ലോ, തിരിച്ചും കള്ളന്മാരാന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ എൻ്റെ ബൈക്ക് കണ്ടപ്പോൾ മോട്ടിച്ചോണ്ട് പോയത്. അതിന് വക്കാനത്തായിട്ട് നീ എൻ്റെ നെഞ്ചാൻ കൂടി ചവിട്ടി പൊളിച്ചത്. അതേ, ഞാനൊന്ന് വിരളഞ്ഞൊടിച്ച നിന്റെ ജീവിതം തന്നെ കട്ടുപോകുകയാണ്. ശരി, നീ വരണ്ട. നിനക്ക് ഞാൻ വേറൊരു ഓപ്ഷൻ തരാം. നിന്നെ ഞാനിപ്പോൾ കിസ് ചെയ്യും. നീ നിന്ന് വാങ്ങണം, ഇല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ നിനക്ക് എന്നെ സെലക്ട് ചെയ്യാം. കർത്താവേ, ഈ ചെറുക്കനെന്താ വട്ടമല്ലോ ആണോ? കിസ് ചെയ്യും പോലും. പിന്നെ ഇത് വെള്ളരിക്കപ്പെട്ടണല്ലേ? എൻ്റെ പരിശുദ്ധമായ ചുണ്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇവനെങ്ങാനും കിസ് ചെയ്താ ഇവൻ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ. അയ്യോ, എൻ്റെ ഫസ്റ്റ് കിസ്. ഇവൻ്റെ കൂടെ ഏതെങ്കിലും നരകത്തിൽ പോയി തുലയ്ക്കാം, അതാ പറ്റിയത്. എൻ്റെ ഒരു വിധി. അല്ലേലും ഞാൻ ഇതൊക്കെ ചോദിച്ചു വാങ്ങിച്ചതാ. എന്താ നിന്ന് ഒറ്റയ്ക്ക് പിറുപിറുക്കുന്നത്? അപ്പോ ഞാൻ കിസ് ചെയ്യട്ടെ? നിനക്ക് കുഴപ്പമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ ഇങ്ങനെ വിശാലായിട്ട് കയറിയിരിക്കാം. ഒരു കിസ്സല്ലേ, അല്ലാതെ നിന്റെ കൂടെ സെക്സ് ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത്. അതിന് ഇത്രയും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് പുറത്തു പോകണ്ടെന്ന് പറഞ്ഞു, ഫൈൻ. അപ്പം നീ എൻ്റെ കൂടെ അല്ല, ഇതെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് മിണ്ടാതിരുന്നോളാം. ആര് പറഞ്ഞു പുറത്തു കൊണ്ടാന്ന്? എനിക്ക് പോണം. കൽമേതോ എവിടെ പോണ്ടേ? ഞാൻ വരാം. ഞാൻ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്ത് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ വന്നോളാം. കിസ് ചെയ്യണ്ട. ആക്ച്വലി ഐ എം എ വെർജിൻ. എൻ്റെ ഫസ്റ്റ് കിസ് അങ്ങനെ കണ്ടവർക്കും കടിയവർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. സോ ഏത് നരകത്തിലോട്ടാണെന്ന് വെച്ചാൽ തൻ്റെ കൂടെ ഞാൻ വരാടോ. ഇതാ നിന്റെ കുഴപ്പം. പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ മാത്രമേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ ഒറ്റൊരു കാര്യം മാത്രമാണ് എനിക്ക് നിന്നിൽ നിന്ന് മനസ്സിലായത്. വേറൊന്നും പിടികിട്ടിയിട്ടില്ല. അപ്പം ചെന്ന് പോയി കുളിച്ചിട്ട് വാ കേട്ടാ. ശരി, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഓ, ആയിക്കോട്ടെ, പെട്ടെന്നാവട്ടെ. പോയാ ഇവന്മാര് മൂന്നെണ്ണത്തിന് എന്തൊക്കെയോ ഡൗട്ടുണ്ട്. ഞാനിതെന്തൊക്കെയാ അവനോട് വിളിച്ചു പറഞ്ഞു? അവൻ എൻ്റെ ബോഡി ഗാർഡാകുമ്പോൾ എൻ്റെ പ്രോപ്പർട്ടിയാ. തോന്നുന്ന എല്ലാം ഞാൻ വിളിച്ചു പറയും. ഇവനെ എങ്ങനെയാ മെരുക്കിയെടുക്കേണ്ടതെന്ന് എനിക്കറിയാം. ഇനി അവൻ ജീവിതത്തിൽ ആരുടെയും നെഞ്ചാൻ കൂടി ചവിട്ടി പൊളിക്കത്തില്ല. കാര്യം അറിയാണ്ട് ആരെയും തല്ലത്തുമില്ല. പറ്റുമെന്ന് നോക്കട്ടെ എന്നെ കൊണ്ട്. അതെ, വേദ, അബി, കഴിഞ്ഞ 2 പീരീഡ് കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങളോട് ഇക്കാര്യം ചോദിച്ചില്ല. ബ്രേക്കിനും ചോദിച്ചില്ല. ഇതിപ്പോൾ ലഞ്ച് ടൈമായി. ഞാൻ അറിഞ്ഞുകൂടാത്തോട് ചോദിക്കാം. ആരാടാ ചുള്ളൻ? കുറെ നേരമായല്ലോ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. എന്നാ ലുക്കാടാ കാണിക്കുന്നതൊക്കെയോ കട്ട ക്യൂട്ട്നെസ്സും. എൻ്റെ അമ്മയെ പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നോ? ആരാടാ അത്? പുതിയ ബോഡി ഗാർഡും എല്ലാം ചേട്ടന്മാർ തെറ്റിയതാണോ? എന്നാ മോനെ നിന്റെയൊക്കെ യോഗം. ലക്ക്. എന്ത് ലുക്കാടാ അവരെ കാണാൻ. അതേ ലുക്കാണ്, അത് മനസ്സിലായല്ലോ. എൻ്റെ പൊന്നു മോനെ അനുഗ്രഹേ. എന്നാ നിൻ്റെ കണ്ണങ്ങോട്ട് പോണ്ട, അത് വേദടാളാം. പുതിയ ബോഡി ഗാർഡ് തന്നെയാണ്. അതിനൊക്കെ വലിയ ബാക്ക് സ്റ്റോറി ഉണ്ട്. പക്ഷെ പുള്ളിക്കാരൻ എങ്ങനെയാ? ഹോട്ടല്ലേ? അതാ വേദമായിട്ട് റിലേഷൻഷിപ്പില്ല. 2-3 കിസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന മുതലായത്. കണ്ടാ പറയോ? കിസ്സോ? ആര്? വേദയും അയാളോ? നീ എന്തൊക്കെയാ ബി പറയുന്നത്? റിലേഷൻഷിപ്പോ? എന്നോടറിയാം അയാളെ. എന്തോ വേദ ഇതൊക്കെ? അതെന്താ കിസ് അടിച്ചൂടെ? നീ ഇമാതിരി
കോണിഷ്ട ചോദ്യം ചോദിക്കാതെ അതിലേ മിണ്ടാതിരിക്കും. അതെ, പറ എങ്ങനെയാ സെറ്റായേ? സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇതൊക്കെ പറ. ആക്ച്വലി ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി, പക്ഷേ ഞാനത് ഷോർട്ടാക്കി പറഞ്ഞുതരാം. എന്നെ കോളേജിൽ നിന്ന് ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി. അറിവേട്ടനും അറിവേട്ടൻ്റെ ബ്രദേഴ്സും. എന്തിനാണെന്നറിയോ? വേദയെ പ്രപ്പോസ് ചെയ്യാൻ എന്നെ വെച്ച് ഭീഷണിപ്പെടുത്തി വേദ അവിടെ വരുത്താനായിട്ട്. പക്ഷേ ചീറ്റിപ്പോയി. അങ്ങനെ ചീറ്റിപ്പോയപ്പോൾ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് വേദയുടെ പിറകെ അറിവേട്ടന് വേദയെ ഒത്തിരി ഇഷ്ടമാണ്. അതൊന്നും അറിയാതെ തന്നെ കോളേജിൽ വെച്ച് ഇവർ ആദ്യം കണ്ടപ്പോൾ തന്നെ വേദയ്ക്ക് അറിവേട്ടനോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ചു. പക്ഷേ പേരെന്ന് പറഞ്ഞിടാത്തതുകൊണ്ട് എന്നോട് പേര് ചോദിക്കാൻ പറഞ്ഞു കേട്ടു. ഞാൻ പോയി, എന്നെയും പൊക്കി എടുത്തുകൊണ്ട് അവർ പോയി. ഇതാ നടന്നത്. ഞാൻ ഹെൽപ്പ് ചെയ്ത് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വേദയുടെ എൻ്റെയും ബോഡി ഗാർഡായിട്ട് അറിവേട്ടൻ കയറി. അതുമാത്രമല്ലാതെ അറിവേട്ടൻ്റെ ബ്രദേഴ്സും അവിടെ തന്നെ ഉണ്ട്. ജോലി വേറെ തന്നെ ഉള്ളൂ. ആൻഡ് യുനോ ഗൈസ്, ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത്ര അടുത്ത് മൂക്ക് മുട്ടി നിൽക്കുന്ന 2 പേരും. പോരാണ്ട് ഇന്ന് രാവിലെ കോളേജിലോട്ട് വരുന്നതിന് മുമ്പേയും വേറെ കിസ് ചെയ്തു. യുനോ, ഹീസ് എ ഹോട്ട് ആൻഡ് റൊമാൻറ്റിക്. ഇതുപോലെ റൊമാൻറ്റിക് ഗൈ കിട്ടാനായിട്ട് നമ്മളൊക്കെ ഭാഗ്യം ചെയ്യണം. എനിക്കും ഉണ്ട് ഒരു പഴം വിഴുങ്ങി. എൻ്റെ ദൈവമേ, ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ ഒരു കിസ് കാണിച്ചത് നിങ്ങൾക്കറിയോ? അത് വെച്ച് നോക്കുമ്പോൾ വേദ ഭയങ്കര ലക്കിയാ ഗൈസ്. 1 വർഷമായിട്ട് നിന്റെ പിറകെന്നൊക്കെ അവര് പറഞ്ഞ കഥയല്ലേ, അല്ലാതെ അതിന്റെ ഡീറ്റെയിൽ ഒന്നും നിനക്ക് അറിയത്തില്ലല്ലോ. ലിസൺ വേദ, ഇതുപോലുള്ള പാപ്പരാസികളൊന്നും വിശ്വസിക്കരുത്. പണം നേടാനായിട്ട് എന്തും കാണിച്ചു കൂട്ടും. എനിക്ക് തോന്നുന്നില്ല ഇത് ജെനുവിൻ ആണെന്ന്. എൻ്റെ പൊന്നതുലേ, നീ ഇത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നേ? എനിക്കിഷ്ടം അറിവിനെ എന്നെ. ആൻഡ് ഐ എം സോ ഹാപ്പി. യുനോ, ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത എന്തൊക്കെ ഹാപ്പിനെസ് ആണെന്നറിയോ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില സമയം ഞാൻ കൺഫ്യൂസ്ഡാണ്. എന്നെ അറിവ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുക പല കാര്യത്തിലും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും എന്തൊക്കെയോ വലുത് കിട്ടിയതുപോലെയാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് വഴി മുടക്കാതെടാ. എന്തൊരു കഷ്ടമാ. എടാ, അങ്ങനെയല്ല, ഞാൻ നിന്റെ സേഫ്റ്റി കരുതിയിട്ടാ. ഇതുപോലുള്ള ലോക്കൽസൊക്കെ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് കുറേ നാളായില്ലേ. എനിക്കെന്തോ അത് സേഫായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താ ഈ ഭൂമിയിലുള്ളത് സേഫായിട്ട് തോന്നുന്നേ? എൻ്റെ പൊന്നതുലേ, നിനക്ക് ഈ നെഗറ്റീവ് അടിക്കാനല്ലാതെ വേറെ ഒന്നും അറിയത്തില്ലേ? അതെ, അവരിപ്പോൾ ഞങ്ങളുടെ ഫാമിലിയെ പോലെയാണ്. ഹർഷേട്ടന് ഇഷ്ടമാണ്, ശാശുവേട്ടന് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടം അവരെ, ഇൻക്ലൂഡിങ് രുദ്ര. യുനോ ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ വിശ്വാസമാണ്. അറിവേട്ടൻ എന്തായാലും എൻ്റെ വേദയെ ചതിക്കത്തില്ല, അതുറപ്പാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നതിൽ അത്രത്തോളം കാട് കയറി ചിന്തിക്കണ്ട കേട്ടോ. ഓ ഗൈസ്, ഇനി ഇത് പറഞ്ഞ ആർഗ്യുമെൻ്റ് ആവണ്ട. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നാളെ മറ്റന്നാളും വേദയും അബിയും കോളേജിൽ വരത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് എന്നെ പറയുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേയാണ്. നിനക്കൊക്കെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഫ്രണ്ട്സാണെന്നും പറഞ്ഞ് ചുറ്റും നടന്നാൽ പോരാ, അതും കൂടെ ആലോചിക്കണം. ബർത്ത്ഡേ പാർട്ടി ഞങ്ങളുടെ തന്നെ ഫാം ഹൗസിൽ വച്ചിട്ടുണ്ട്. വേദയും അബിയും എന്തായാലും വരണം, വരാതിരിക്കരുത്. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ചുള്ള ബോഡി ഗാർഡിനെ കൂടെ കൂട്ടിക്കോ. അല്ല, വേദയുടെ ബോയ് ഫ്രണ്ടിനെ കൂടെ. ഐ തിങ്ക് അയാളില്ലാതെ എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും വരണം, വരാതിരിക്കരുത്. ഓ മാൻ, അത് സത്യം പറഞ്ഞാൽ വിട്ടുപോയടാ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഓർത്തില്ല, അതാ സത്യം. എടാ, മുമ്പായിരുന്നെങ്കിൽ ഞങ്ങൾ ആലോചിക്കട്ടെ, നോക്കാം, അറിയത്തില്ല, ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞേ. പക്ഷേ ഇപ്പം ഞങ്ങളിവിടെ അറിവേണ്ടുണ്ട്. അതുകൊണ്ട് ഓഫ് കോഴ്സ് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏട്ടന്മാർ വിടും. അതുകൊണ്ട് അക്കാര്യത്തിന് ടെൻഷൻ വേണ്ട, ഞങ്ങൾ ഉറപ്പായിട്ട് വരും. അല്ലേ വേദ? അതെ, ഞങ്ങൾ വരും. അതുലേ, ചിൽ. നീ എന്തിനാണ് ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? വന്നേ, ഒരു ഹഗ് തന്നെ, അപ്പം എല്ലാം ഓക്കെ ആവും. നീ ഇങ്ങനെ ഡെസ്പായാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? പറ. ഞാനിത് കാണാനാണ് ഇവിടെ വന്ന് ഇങ്ങനെ വിളിച്ച് നിൽക്കുന്നത്. എനിക്ക് പിന്നെ അതേനാണല്ലോ നേരം. നീ ഡെസ്പായ എനിക്ക് സഹിക്കാൻ പറ്റാം. എനിക്കറിയാടാ, ഐ എം സോറിടാ. എനിക്കെന്തോ വല്ലാണ്ട് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി പറയത്തില്ല. എനിവേ, നമുക്ക് ഫുഡ് കഴിച്ചാലോ? ഇതെന്തു പറ്റി? എങ്ങോട്ടേ നടന്നു പോകുന്നത്? നോക്കുന്നില്ലല്ലോ.
ഞാനെന്തോ ഇത് അബി, നീ അവരുടെ കൂടെ ഇരിക്കേ, ഞാൻ പോയി കയ്യും കഴുകി ഒന്ന് വാഷ്റൂമും യൂസ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതാ വരുന്നേ. ഇതൊന്ന് നമ്മളിവിടെ എന്തിനാ വന്നിരിക്കുന്നേ? രുദ്ര ഇവിടാണോ ജോലി ചെയ്യുന്നേ? അല്ലല്ലോ. അപ്പൊ അത് നിനക്കറിയില്ലല്ലേ. ഞാൻ എൻ്റെ അനിയനെ പോലെ പഠിക്കൊന്നുമില്ല. എനിക്ക് പഠിപ്പൊന്നും സെറ്റ് ആവാത്തോണ്ടേ അതൊക്കെ പകതിക്ക് വെച്ചങ്ങ് നിർത്തി. ഇപ്പോ ചെറുതായിട്ടൊരു കഫേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങില്ല. പഠിപ്പൊന്നും നമുക്ക് സെറ്റാവത്തില്ല. അതൊന്നും എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. തോന്നുന്നിടത്തൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച പണമൊക്കെ മുടിപ്പിക്കുക. അങ്ങനെയല്ല, മുടിപ്പിക്കത്തില്ല. ഇന്നെന്തോ എനിക്ക് നിന്നെയും കൊണ്ട് ഇവിടെ വരണമെന്ന് തോന്നി. കുറേ നാളായി ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നത്. ഈ അനിയനെയും ചേട്ടന്മാരെയൊക്കെ കൊണ്ടുവന്ന ഒരു മൂഡ് കാണത്തില്ല. ഏതെങ്കിലും സ്ട്രേഞ്ചർ ആകുമ്പോൾ ഇതിലൊക്കെ കയറാൻ ഒരു സുഖമായിരിക്കും. എന്ന് വെച്ചാൽ നീ സ്ട്രേഞ്ചർ ആണെന്നല്ല, പിന്നെ നിന്നെ കണ്ടപ്പോൾ എന്തോ എനിക്ക് ആദ്യം ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഓർമ്മ വന്നത്. ഈ റൈഡുകളെ പോലെ നീ ഭയങ്കര മിസ്റ്റീരിയസ് ആണല്ലോ. എന്തെങ്കിലും തെളിയായിരിക്കുമല്ലേ. അപ്പൊ വാ, നമുക്ക് ഇതൊക്കെ നേരത്തെ പിടിച്ച് കയറാവുന്നതാവാ. നിക്ക് രുദ്ര, എനിക്കിതൊക്കെ പേടിയാ. ഞാൻ ഇതിലൊന്നും കയറിയിട്ടൊന്നുമില്ല. മണ്ടായിരിക്കുന്ന ഏവനെങ്കിലും എടുത്ത് ഛർദ്ദിച്ചാൽ എല്ലാം നമ്മളെ തലയിൽ തന്നെ വീഴും. നമുക്കിവിടെ തന്നെ നിൽക്കാം, അതിൻ്റെ താഴെയൊന്നും പോയി നിൽക്കണ്ട. എന്തിനാ രുദ്ര ഇതിലൊക്കെ കയറുന്നേ? അതിൽ സ്ക്രൂവിൻ്റെ ആണിയൊന്നും ലൂസായാൽ മതി, എല്ലാം കൂടെ വന്ന് തവിട് പൊടിഞ്ഞ് വീഴും. നമ്മൾ ചാവത്തില്ലേ? എന്തൊക്കെ സ്വപ്നങ്ങളാ, അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ടില്ലാതാവും. വേണ്ട രുദ്ര, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. നമുക്ക് പച്ചപ്പരവതാനി പോലത്തെ വല്ല പാർക്കിലും പോയി ഇരുന്ന് കിനാവും സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ഫ്യൂച്ചറിനെ പറ്റി നല്ല ഐഡിയ അല്ലേ? അല്ല, നല്ല ഐഡിയ അല്ല, വളരെയധികം മ്ലേച്ഛമായ ഐഡിയ കേട്ടോ. ഞാനിവിടെ നിന്നെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ഞാൻ കയറും. ഇതിലൊക്കെ എൻ്റെ കൂടെ കയറാൻ എനിക്ക് പറ്റിയ കമ്പനി നീ തന്നെയാണ്. ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തതും ഇതുപോലെ പേടിച്ച് പിൻവലിച്ച് നിൽക്കുന്ന ഒരാളെ തന്നെയാണ്. അയാളെ കമ്പൽ ചെയ്ത് അയാൾക്കൊരു പ്രചോദനമായി, അയാൾക്കൊരു മോട്ടിവേഷനായി കൂടെ കൊണ്ട് കയറ്റുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതായിപ്പോൾ ഇവിടെ നടക്കുന്നത്. ആൻഡ് ഫൈനലി നടക്കാൻ പോവാ. ഇന്ന് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാറും കൊണ്ട് പോകാറുണ്ട്. പക്ഷേ അന്നൊക്കെ വിചാരിക്കും ഇവിടെ കയറാനും ഇവിടെ അടിച്ചു പൊളിക്കാനൊക്കെ പറ്റിയൊരു കമ്പനി എനിക്കില്ലല്ലോ. ആൻഡ് ഫൈനലി ആരും ചോദിക്കാനില്ലാത്ത ഒരുത്തിനെ കിട്ടിയല്ലോ. എന്തൊരു സമാധാനം. നീ വാ, നമുക്ക് കയറണം. ഇങ്ങനെ വെറുതെ ഇരുന്നാലേ നമ്മൾ എൻജോയ് ചെയ്യാനുള്ള എല്ലാ ടൈമും പോകും. ഒരു റൈഡ് വിടാതെ എല്ലാ റൈഡിലും നേരത്തെ പിടിച്ച് നമുക്ക് കയറാനുള്ളതാ. വന്നേ കർത്താവേ, ഇവ സൈക്കോ അല്ല, അൾട്രാ ലെവൽ സൈക്കോയാ. ഞാനെന്താ ഇവൻ്റെ പെണ്ണും പിള്ളയോ? അതെ രുദ്ര, നിന്നെ അതെ ആക്ച്വലി വീട്ടിൽ നിന്ന് ചോദിച്ച സാധനം വേണമെങ്കിൽ തരാം. പക്ഷെ ഇതിലൊന്നും കയറാൻ എനിക്ക് വയ്യ. ജീവനേക്കാൾ വലുതല്ലല്ലോ രുദ്ര ഒരു ഉമ്മ. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പം തരാം, സത്യം. ആക്ച്വലി അതൊരു ഗുഡ് ഡിസിഷൻ ആണ്. പക്ഷേ ഇത് നീ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വിളിച്ചു പറഞ്ഞു, ടിക്കറ്റ് ബുക്ക് ചെയ്തു, എല്ലാം എടുത്തു, കാർ ഓടിച്ച് ഇവിടം വരെ വന്നു. ഇപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഐ എം റിയലി സോറി നിറു, ഡിസിഷൻ മാറ്റാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടം വരെ വന്നില്ലേ, ഇനിയിപ്പോൾ നമുക്കിതിലൊക്കെ കയറിയിട്ട് നീ എനിക്ക് കിസ് തന്നാൽ മതി. ഐ എം സോ ഹാപ്പി. എങ്ങനെയായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ വാ കയറാം. കർത്താവേ, എന്നെ വിടുന്ന പരിപാടിയില്ലെന്നാ തോന്നുന്നത്. എൻ്റെ ആത്മാവിന് ദീർഘായുസ് കൊടുക്കണേ കർത്താവേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും നീ ക്ഷമിക്കണേ കർത്താവേ. ചെകുത്താൻ്റെ കൂടെയാണല്ലോ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്നെ കാത്തിരക്ഷിക്കണേ. നീ എന്താ മുകളിലോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നേ? ഫസ്റ്റ് നിനക്ക് അതിൽ കയറണോ? അതിനാണോ മേളിലോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നേ? ഇത് നീ എന്നോട് പറഞ്ഞാൽ പോയി. ഇങ്ങനെ മേളിലോട്ട് വയ്ക്കാൻ ആസ്വദിച്ചുകൊണ്ടിരുന്ന അതങ്ങനെ ശരിയാവുന്നേ. നീ വന്നിറൂ, നമുക്കെന്നാ ആദ്യം നീ മേളിലോട്ട് നോക്കിക്കൊണ്ട് നിന്ന ആ റൈഡിൽ തന്നെ കയറാം. അതാവുമ്പോൾ നീ ഹാപ്പി, ഞാൻ ഹാപ്പി, എല്ലാവരും ഹാപ്പി. വാ 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 വാ. ഇതെവിടെ പോയി? ഇങ്ങോട്ട് വരുന്നതാണല്ലോ കണ്ടേ. ഒന്ന് പറയുക പോലും ചെയ്യാതെ മിണ്ടാതെ അത്രയും നേരം അവിടെ നിന്നിട്ട്
പെട്ടെന്ന് പോയത് ഇനി അതിൽ പറയുന്ന കേട്ട് വിഷമമായിട്ടാണോ? എവിടെ ഇത്? അറിയ എന്തിത്? ചുമ്മാ ഒരു രസം. ആരെങ്കിലും പുറത്തു വന്ന സീനാവേ ആവണമല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കോളേജിലെല്ലാവരും അറിയും, ഭയങ്കര പ്രശ്നമാവും, വീട്ടിൽ പറയും. ഓ, അപ്പം നിനക്ക് വീട്ടിൽ അറിയുന്നതാണ് പേടി അല്ലേ? അതെ. ഇങ്ങനെ ശ്വാസം വിടാതെടാ. ഇത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്ന പിള്ളേരുടെ ചെവി അടിച്ചു. ഞാനിങ്ങനെയൊന്നും ചെയ്യാതെ അപ്പം ഞാൻ ശ്വാസം എടുത്തില്ലല്ലോ. എങ്ങനെയൊന്നും ചെയ്യാതെ എന്ന് ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. കഷ്ടമാണ് കേട്ടോ, സീരിയസ്ലി. നീ ചെയ്തെന്താന്ന് നിനക്കറിയോ? അറിയണ്ട. ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് സഫർ ചെയ്താൽ മാത്രം മതി. ഒട്ടും പറ്റണില്ലല്ലേ? പറ്റണില്ല. അത് നിൻ്റെ മുഖത്ത് കാണുകയും ചെയ്യാം. ഇനി എന്തെങ്കിലും ഇതുപോലെ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് സംസാരിച്ചോ, ഇല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് ആസ്വദിക്കേണ്ടി വരും. മാറ്. അതെ, അവിടെ നിന്നെ. ഞാനീ ചെയ്യുന്നതും ഞാനീ കാണിക്കുന്നതൊക്കെ ആരോടെങ്കിലും പറഞ്ഞ ഞാൻ നിന്നെ പിടിച്ചങ്ങ് റേപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നീ ഇതൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ അർത്ഥം എനിക്കറിയാം നിനക്ക് എൻ്റെ അടുത്ത് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് തെറ്റില്ലല്ലോ. എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ നീ എന്നെ എതിർക്കേണ്ട ടൈം കഴിഞ്ഞു. എനിക്ക് നിൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്, നിനക്ക് എൻ്റെ അടുത്തും ഉണ്ട്. സോ ഇതൊന്നും അധികം ബോധറാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇൻക്ലൂഡിങ് അബി പോലും ഇതൊന്നും അറിയരുതെന്ന് മനസ്സിലായോ? ആ, മനസ്സിലായി. പക്ഷെ ഇത് കുറച്ച് ഫാസ്റ്റ് അല്ലേ? ഐ മീൻ, നമ്മൾ പരസ്പരം മനസ്സിലാക്കിയില്ല, സംസാരിച്ചില്ല. ബട്ട് യു ആർ ബിഹേവിങ് ലൈക്ക് മൈ ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ്, എക്സെട്ര എക്സെട്ര. വൈ ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ്, എക്സെട്ര എക്സെട്ര? അതൊന്നുമല്ല. ഇനി എക്സെട്ര എക്സെട്രയൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ലോഡിങ്. ആദ്യം നോക്കട്ടെ എവിടെ വരെ പോവും, കൊള്ളാവോ എന്നൊക്കെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ? ഇപ്പം എൻ്റെ പൊന്നുമോയ ചെല്ല്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ നിന്ന് പലതും പ്രതീക്ഷിച്ചിട്ട് വേണം നിൽക്കാനായിട്ട്. മാക്സിമം ചേട്ടനെ ജലസ് അടിപ്പിക്കാതിരിക്കാൻ മോൻ നോക്കണം കേട്ടോ. ഐ മീൻ, കുറച്ച് മുമ്പ് ഒരു ഹഗ് ചെയ്തില്ലേ മറ്റവനെ, അതുപോലെ അതെനിക്ക് നന്നായി കൊണ്ടു. മാക്സിമം അത് അവോയ്ഡ് ചെയ്താൽ ഇതുപോലുള്ള പ്രതികരണങ്ങളും അവോയ്ഡ് ചെയ്യാം. ഓക്കെ? പിന്നെ കിസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ആരെങ്കിലും വന്നാലോ? കുഴപ്പമില്ല, ഐ ഡോണ്ട് കെയർ. ആരെങ്കിലും വരും, നമുക്ക് പോവാം. ഓ പ്ലീസ്, ഇത് കോളേജ് ബാത്റൂമാ. ഓ, എന്ത് കഷ്ടമായത്. പോവാം. നിന്നെ എൻ്റെ കിട്ടും പൊന്നു മോനെ. ഇനി എന്താ? ഇനി ഇവിടെ ഒന്നുമില്ലല്ലോ. വാ പോവാം. ഇനി നീ എന്ത് നോക്കിക്കോ? എന്താ, നിനക്കിനിയും കിസ് വേണോ? അയ്യോ വേണ്ട, ഞാൻ എന്താ വരുവാ. എൻ്റെ അമ്മേ,
ഈ പോക്കാണെങ്കിൽ ഇവൻ പെട്ടെന്ന് എന്നെ റേപ്പ് ചെയ്യുമെന്നാ തോന്നേ.